നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഭയങ്കരമായി കൊട്ടിഘോഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ എന്തോ മാറാത്തത് മാറ്റുവെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടത്തിക്കൊണ്ട് ഇവിടെ ഒരു നഗരസഭ BJP അങ്ങ് പിടിച്ചെടുത്തു. മാറാത്തത് മാറും എന്നായിരുന്നു അവരുടെ ഒരു ടാഗ് ലൈൻ. ഈ ടാഗ് ലൈൻ കേട്ടപ്പോൾ തിരുവനന്തപുരത്തുകാരെല്ലാം വിചാരിച്ചു ശരിയാ, മാറാത്തതൊക്കെ അങ്ങ് മാറട്ടെ എന്ന് കരുതിയിട്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുകയും അതോടൊപ്പം കോൺഗ്രസ്സുകാർക്കും തോന്നി ഇനി മാറാത്തത് എന്തുവാ മാറാൻ കിടക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ അങ്ങ് വോട്ട് ചെയ്തു. പല കോൺഗ്രസ്സിലെ കൗൺസിലർമാരും വോട്ടെണ്ണി നോക്കിയപ്പോൾ അവസാനം തനിക്ക് കിട്ടിയത് 200-300 വോട്ടുകൾ മാത്രം. ബാക്കിയൊക്കെ ആര് കൊണ്ടുപോയെന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ നിന്ന് BJP-കാരന്മാർക്ക് ഞങ്ങളെല്ലാം കൂടെ തിരിച്ചു മറിച്ചാൻ കൊടുത്ത് അവരെന്തെങ്കിലും മാറാത്ത എന്തോ മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ VV രാജേഷ് എന്ന് പറയുന്ന ഒരാൾ വലിയൊരു പ്രഖ്യാപനം നടത്തി. ഇവിടെ വരും ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും. വരുന്ന ചടങ്ങിൽ പോലും പാവപ്പെട്ട മനുഷ്യനെ കയറ്റിയില്ല. അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തുകയും തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഒരു ബ്ലൂ പ്രിൻ്റ് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന മേയറായ VV രാജേഷിൻ്റെ കൈവശം നൽകും എന്നൊക്കെയാണ് പറഞ്ഞത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നു, തിരുവനന്തപുരത്ത് വന്നു, എയർപോർട്ടിൽ വന്നു, റോഡ് ഷോ ഒക്കെ കാണിച്ചിട്ട് പോയി. ഇത് നേരത്തെ സർക്കാരിൻ്റെ കുറേ പ്രോജക്റ്റുകളൊക്കെ ഉദ്ഘാടിച്ചിട്ട് പോയെങ്കിലും ഈ പറയുന്ന VV രാജേഷ് പിന്നാലെ നടന്ന് ചോദിച്ചിരുന്നു, പിന്നെ ജി എവിടെ ബ്ലൂ പ്രിൻ്റ് എന്ന്. എന്തായാലും ദൈവാധീനം പോലെ തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങ് പോയി. എയർപോർട്ടിൽ പോലും അദ്ദേഹത്തെ അടുപ്പിച്ചില്ല. കൊടുത്ത ലിസ്റ്റിനകത്ത് മേയറില്ല തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ. ഇങ്ങനെ ആകെ 3G ആയിരിക്കുന്ന സമയം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് പെട്ടെന്ന് ഇടുത്തി പോലെ ആറ്റുകാൽ പൊങ്കാല വരുന്നത്. ഈ പണ്ട് അബ്ദുറബ് പറഞ്ഞ പോലെ ഓണപ്പരീക്ഷ അങ്ങ് നേരത്തെ ഓണം ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ആറ്റുകാൽ പൊങ്കാല ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നായി നമ്മുടെ VV രാജേഷ് ജി. അപ്പോൾ 45 ദിവസത്തിനകത്ത് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അതങ്ങ് പോയി കിട്ടി, നടന്നില്ല. ഒരു വഴിക്കും അത് നടന്നില്ല എന്നുള്ളതാണ് രസം. പിന്നീട് ഈ രാജേഷ് ജിക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി തുടക്ക സമയത്ത് നേരെ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയെ കയറി അങ്ങ് വെല്ലുവിളിച്ചു. ഈ കിടക്കുന്ന വണ്ടിയെല്ലാം തിരുവനന്തപുരം നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം, ഇലക്ട്രിക് ബസ്സുകളെല്ലാം അത് ഞങ്ങളുടേതാണ് ഹമാര എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ പിന്നെ അങ്ങനെ പറയും ഞങ്ങൾ വണ്ടിയെല്ലാം വിട്ടുതരാം, പക്ഷേ ഡ്രൈവറെ ഉണ്ടാക്കിക്കോണം, പാർക്കിംഗ് ഏരിയ കണ്ടെത്തിക്കോണം, അവർക്കുള്ള ശമ്പളവും കൊടുത്തോണം, ഞങ്ങൾ വണ്ടി വിട്ടുതരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പിന്നെയാണ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അതിനകത്തിലെ കെണി ഏതോ ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുത്തു, അതെ മേടിക്കാൻ നിൽക്കരുത്, ഏകദേശം 5-10 വർഷം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞ വണ്ടിക്കൊക്കെ ബാറ്ററിയുടെ പ്രശ്നം വരും, അത് നമ്മളെ കൊണ്ട് കൂടുന്ന കേസല്ല എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഒത്തുതീർപ്പിലെത്തി, ഞങ്ങൾക്ക് വണ്ടി വേണ്ട, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഓടിച്ചോ എന്നുള്ള നിലയിലേക്ക് മുട്ടുമടക്കി കൊമ്പുകുത്തി താഴെയെത്തി. തിരുവനന്തപുരത്തുകാർക്കും അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ചതുർത്ഥി കാണുന്ന പോലെയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നം ഉണ്ടാക്കി. അതാണ് ആര്യ രാജേന്ദ്രന് അവർ കണ്ട ദോഷം അതായിരുന്നു. പൊതുവേ ഈ പറയുന്ന BJP-ക്കാർക്കാണെങ്കിലും കോൺഗ്രസ്സുകാർക്കാണെങ്കിലും പൊതുവെ സ്ത്രീകളോട് അത്രയ്ക്ക് അങ്ങോട്ട് ബഹുമാനമില്ല. അതിന് ഏത് ഉന്നത സ്ഥാനത്തിരുന്നാലും നമുക്കറിയാം, ശ്രീലേഖ എന്ന് പറയുന്ന മുൻ IPS-കാരിയുണ്ട്. ആ IPS-കാരിയെ ഇപ്പം പിന്നെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രധാനമന്ത്രി വരുന്ന വേദിയിൽ പോലും ശ്രീലേഖ IPS ഒരു വശത്ത് മാറി ഒതുങ്ങി നിൽക്കുക. അവരെ ഒന്ന് വിളിച്ച് അടുത്തേക്ക് ഇതാണ് ഞങ്ങളുടെ ശ്രീലേഖ IPS, ഒന്നുമില്ലെങ്കിൽ VV രാജേഷിനെ കട്ടി വിവരം വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ, അങ്ങനെ പോലും വിളിച്ച് ഒന്ന് നീക്കി നിർത്താൻ അവിടുത്തെ തിരുവനന്തപുരത്തെ ഒരാളും മെനക്കെട്ടില്ല. കിട്ടിയവരൊക്കെ പ്രധാനമന്ത്രിയുടെ കൈമുത്തി അങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ പൊതുവെ ഒരു സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയൊന്നുമില്ല. സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രാധാന്യം കിട്ടണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ എന്തും നെറികേടും വിളിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ മാത്രമേ BJP രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം പ്രശ്നം. മേയറെ പിന്നെ അതിനകത്തേക്ക് നഗരസഭയ്ക്കകത്ത് കയറ്റാതെ വഴി കിടന്നുകൊണ്ട് സമരം. ഏറ്റവും അവസാനം മേയർക്ക് അവരുടെ മേലെ കൂടെ ചാടിപ്പോകേണ്ട ഗതികേട് വരെ ആക്കി കൊടുത്ത കൗൺസിലർമാരാണ്, BJP കൗൺസിലർമാരാണ് അവിടെയുള്ളത്, തിരുവനന്തപുരത്തുള്ളത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അന്ന് കൃത്യമായി ഈ ആര്യ മേയറായിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ കൃത്യമായി മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പല പുരസ്കാരങ്ങളും തിരുവനന്തപുരം നഗരസഭയെ തേടിയെത്തി. 0 കാർബൺ നഗരമായി
ഇത് മാറുകയും ചെയ്തു, തിരുവനന്തപുരം മാറുകയും ചെയ്തു. എന്നാൽ ഇന്ന് തിരുവനന്തപുരത്തൂടെ പോകണമെങ്കിൽ മൂക്കുപൊത്തേണ്ട ഗതികേടായെന്നേ. പണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. മാലിന്യ നിർമ്മാർജ്ജനം അവതാളത്തിൽ, മൊത്തത്തിൽ അവതാളത്തിൽ. തെരുവിളക്കുകൾ കത്തുന്നേയില്ല, അണഞ്ഞു കിടക്കുകയാണ് അവസ്ഥ. ഏതാ നമുക്കറിയാവുന്ന പോലെ പിന്നെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരം നഗരത്തിലേക്ക് മോർണിംഗ് വാക്കിന് ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളുടെ കാലിൽ പോലും ചാരമോ ഇഷ്ടികയോ തട്ടില്ലായിരുന്നു. കാരണം രാത്രി തന്നെ എല്ലാം ക്ലീൻ ആക്കുമായിരുന്നു. അതിനിടയിൽ ഈ പറയുന്ന വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം മേയർ വി രാജേഷ് നടത്തിയിരുന്നു. എന്താണെന്നറിയാമല്ലോ നമുക്കെല്ലാവർക്കും. അതായത് അവിടെ കൊണ്ടുവരുന്ന പൊങ്കാല ഇടാൻ വേണ്ടി, അടുപ്പ് കൂട്ടാൻ വേണ്ടി കൊണ്ടുവരുന്ന ഇഷ്ടികകൾ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകും. കോപ്പിയടി, ഈച്ച കോപ്പി എന്ന് പറയും. എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ഇതിന് മുൻപ് തന്നെ പറഞ്ഞുന്നേ. ആര്യ രാജേന്ദ്രൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരുന്നത്. ഈ ഇഷ്ടികകൾ കളക്ട് ചെയ്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകും. ലൈഫ് മിഷൻ വീടുകൾക്ക് വേണ്ടി ഇഷ്ടിക ഉപയോഗിക്കും. അന്ന് വി രാജേഷിൻ്റെ കൂട്ടത്തിലുള്ള കാപാലികന്മാർ പറഞ്ഞുകൊണ്ട് നടന്നത് എന്താണെന്നറിയാമല്ലോ? നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് അവിടെ വെച്ച് തട്ടിയുടച്ച് കളയുക, ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഇഷ്ടികകൾ തിരികെ കൊണ്ടുപോവുക. ഇതാണ് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ ആഹ്വാനം ചെയ്ത വി രാജേഷ് പിന്നീട് മാറ്റി പറഞ്ഞു. ഇതാണ് അവസ്ഥ. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വോട്ട് ചെയ്തവരെല്ലാം അബദ്ധം പിണഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്, അബദ്ധക്കാരായി മാറിയിരിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടിവെള്ളമില്ല. ഈ പറഞ്ഞ ആറ്റുകാൽ, മണക്കാട് മേഖലയിലെങ്ങും കുടിവെള്ളം പോലും ആൾക്കാർക്ക് കിട്ടുന്നില്ല. ഈ ഇടക്കാലത്ത് തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന തെരുവുപട്ടികളെ എല്ലാം കൂടെ പിടിച്ചിട്ട് തെരുവ് നായ്ക്കളെ വലിച്ച് എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി ജനവാസ മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യും, കൊണ്ടുവന്ന് ഇറക്കി വിടുക. ഇതായിരുന്നു നേരത്തെ തെരുവ് നായ നിർമ്മാർജ്ജനം എന്നുള്ള പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പരിപാടി അവിടുത്തെ നാട്ടുകാർ തടഞ്ഞതോടുകൂടി ആ പരിപാടിയും ലോക്കായി, അത് നടക്കുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ തെരുവ് നായ്ക്കൾ തിരുവനന്തപുരത്ത് ധാരാളമായുണ്ട്, മാലിന്യം ധാരാളമായിട്ടുണ്ട്, കുടിവെള്ളമോ അത് തീരെയില്ല, വെളിച്ചമോ തീരെയില്ല. അപ്പം ശരിക്കും BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിക്കാൻ കയറിക്കഴിഞ്ഞപ്പോൾ മാറാത്തത് മാറുകയല്ല ഉണ്ടായത്, നാറാത്തത് നാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തുകാർ പറയുന്നത്. ഇനിയിപ്പം വി ശിവൻകുട്ടി പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് ഈ തിരുവനന്തപുരം ജില്ലയിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. ഇതാണ് തിരുവനന്തപുരം നഗരത്തിൽ BJPക്ക് വോട്ട് ചെയ്ത് മാറാത്തത് മാറ്റാൻ നോക്കിയവരുടെ ഗതികേട്. ഇതാണ്. അത് നമുക്കറിയാം. കൊച്ചിൻ കോർപ്പറേഷൻ എന്താണ് അവസ്ഥ? മിനിമോൾ എന്ന് പറയുന്ന ഒരാൾ അവിടെ പിന്നെ മേയറായിട്ട് അവിടെ നിൽക്കുകയാണ്. ഗതികേടെന്നല്ല, എന്താ പറയുക, ഇപ്പം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും SDPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷൻ ഇനത്തില എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു കാശ് മേടിച്ചു. അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കാശ് വന്ന് ലക്ഷക്കണക്കിന് രൂപ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം എവിടെയൊക്കെ മാറാത്തത് മാറ്റാൻ നോക്കിയോ അവിടെയെല്ലാം നാറാത്തത് നാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. ഇനി അവിടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റൊക്കെ മര്യാദയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യ നീക്കം പാടെ അവതാളത്തിലായി. അവിടുന്ന് മാലിന്യ നീക്കം നടക്കുന്നില്ല. അവിടുത്തെ കൊതുകുകൾക്കാണെങ്കിൽ പിന്നെ അവിടുത്തെ കൊതുകുകളെ പരമാവധി ഇങ്ങനെ എങ്ങനെയെങ്കിലും അകറ്റാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള പ്രവർത്തനമൊക്കെ നടത്തിയതാണ് കഴിഞ്ഞ നഗരസഭയുടെ ഭരണസമിതി. ഇപ്പോഴോ ആകപ്പാടെ നാറി ചുറ്റി നാശമായി കിടക്കുന്ന ഒരു നഗരമാക്കി കൊച്ചിയെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും മിനിമോളുടെ ഒരു ഭരണത്തിൻ്റെ മികവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ രണ്ട് നഗരസഭകൾ മാറാത്തത് മാറ്റാൻ നോക്കി ഏറ്റവും ഒടുവിൽ നാറാത്തത് നാറി നാശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിന്ന് ഈ രണ്ട് നഗരസഭകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് വാസ്തവം. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന മേയർമാർ, പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രൻ, അതിൻ്റെ ഇടയിൽ ഒരുത്തിനെ കൂട്ടുപിടിക്കുകയും ചെയ്തു. യദു എന്ന് പറയുന്ന ഒരുത്തൻ, അവനായിരുന്നു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക തെരഞ്ഞെടുപ്പ് മുഖ്യ പ്രചാരകൻ. യദു നമുക്കറിയാം, ബസ്സിനകത്തിരുന്നുകൊണ്ട് 6 മണിക്കൂറിലേറെ ഫോണിൽ സംസാരിച്ച് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ വാഹനം ഓടിച്ച ഒരു മനുഷ്യൻ. 6 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. കേസുണ്ട് അവൻ്റെ പേരിൽ. ആ കേസിൽ അവനെ KSRTCയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. അപ്പം ഈ യദു പിന്നെ ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ചില ഫാമിലി പ്രശ്നമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ പിണങ്ങിപ്പോയി. അപ്പം ഫോണിലൊക്കെ സംസാരിക്കാൻ തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ പറയുന്ന യദു എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പം അവനെ മുൻനിർത്തിക്കൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരായിട്ടും CPMനെതിരായിട്ടും അവിടെ പ്രചരണം നടത്തിയത്. ഈ യദു എന്താ അത്ര മാന്യനായ വ്യക്തിയായിരുന്നു? മാന്യനായ വ്യക്തിയായിരുന്നെങ്കിൽ യദുവിന് സ്വന്തം മാന്യത തെളിയിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് തെളിയിച്ചില്ല? തെളിയിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഇപ്പോൾ ഒരാൾ പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല, അതിലൊന്നും ഒരു തെറ്റുമില്ല. അത് വേറൊരു കാര്യം.
എന്നിട്ട് ഇവനെ പോലും എടുത്ത് ഈ യദുവിനെ പോലും എടുത്ത് പൊക്കിയെടുത്ത് വെച്ചുകൊണ്ട് BJP വൻതോതിൽ പ്രചരണം നടത്തി. അങ്ങനെ ആര്യ രാജേന്ദ്രനെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ പുതിയ മേയറുടെ കീഴിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരം നിന്ന് നാറിക്കൊണ്ടിരിക്കുന്നു, നാറി പുഴുത്തുകൊണ്ടിരിക്കുന്നു. ആ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു തുള്ളി കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥ എത്തിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം എങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ ആറ്റുകാൽ അമ്പലത്തിൻ്റെ പരിസരം കിടക്കേണ്ടത്? അന്ന് കുറേ PR വർക്കിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ക്യാമറാമാനെയും വിളിച്ചുകൊണ്ട് അവിടെ പോയി ടാക്സി ഡ്രൈവർമാരുടെ അല്ലെങ്കിൽ അവിടെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നവരുടെ നെഞ്ചത്ത് കയറാൻ പോയ പണിയല്ലേ ഈ പറയുന്ന VV രാജേഷ് കാണിച്ചത്? അല്ലാതെ അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക്, അവിടെ പൊങ്കാലയിടാൻ വരുന്ന അമ്മമാർക്കും പിന്നെ പെങ്ങന്മാർക്കും അവർക്ക് എന്തെങ്കിലും ഒരു പ്രാഥമിക സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഈ മേയർക്ക് കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2 നഗരസഭകൾ ഇങ്ങനെ മാറിയത് കൊണ്ട് മൊത്തം നാറി പുഴുത്തു കിടക്കുകയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.